ഇവനെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്നേ. ഓരോരുത്തന്മാര് വന്നോളൂ. ഈ പറ്റാത്ത പരിപാടിക്ക് അവന്മാരൊക്കെ എന്തിനാ പോകുന്നേ? ഇവനെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഈ പറ്റാത്ത ഓരോരുത്തന്മാര് വന്നോളൂ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വൺ തിങ് ഇസ് ഓൾവേസ് കോമൺ, അതാണ് ജഡ്ജ്മെൻറ്റ്. ഈ ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് പലരെയും സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ആൻഡ് ഇന്നത്തെ വീഡിയോയുടെ മാറ്റർ ഈ ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് തന്നെയാണ്. സോ നമുക്ക് ഈ ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റിനെ അങ്ങ് തകർത്താലോ? സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരാൾ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ അയാളുടെ മൈൻഡിൽ അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും. ആൾക്കാർ എന്നെ നോക്കുന്നുണ്ടോ, എന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ടോ, എന്നെ എങ്ങനെയായിരിക്കും ജഡ്ജ് ചെയ്യാൻ പോകുന്നത്, ഞാൻ പറയുന്നതിനകത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ലല്ലോ, ഞാൻ സ്പീഡ് കൂടുതലല്ലോ പറയുന്നത്, ഇനി സ്പീഡ് കുറവാണോ, എല്ലാവർക്കും റിലേറ്റബിൾ ആണോ, ഇനി എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ, ഇനി ശ്രദ്ധിക്കാതിരിക്കും. ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മൈൻഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ശരിക്കും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ബാക്കിയുള്ളവരല്ല നമ്മൾ തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ജഡ്ജ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ അവർ ഇനി ജഡ്ജ് ചെയ്യുമോ എന്ന് വിചാരിച്ച് നമ്മൾ തന്നെയാണ് നമ്മളെ ഏറ്റവും അധികമായി ജഡ്ജ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ നമ്മളെങ്ങനെ ഇരിക്കുമ്പോൾ, നമ്മളൊരു ഓഡിയൻസിൽ എങ്ങനെ ഇരിക്കുമ്പോൾ ബാക്കിയുള്ളവരെ വാച്ച് ചെയ്യുന്നു, ബാക്കിയുള്ളവരെ എങ്ങനെ കാണുന്നു, ബാക്കിയുള്ളവരിൽ എങ്ങനെ റിലേറ്റ് ചെയ്യാൻ നോക്കുന്നു, അതേപോലെ റിലേറ്റ് ചെയ്യുന്നു. ഒബ്വിയസ്ലി അവർ ജഡ്ജ് ചെയ്യും, ബട്ട് അത് നമ്മൾ ഓവർ എക്സാജറേറ്റ് ചെയ്ത് ഓവർ തിങ്ക് ചെയ്ത് പ്രോബ്ലം ആക്കുമ്പോഴാണ് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത്. ഇത് സോൾവ് ചെയ്യാൻ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് 3 ടിപ്പാണ്. ടിപ്പ് നമ്പർ 1, ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ ബ്രെയിൻ ഒരിക്കലും ഫ്രീ ആയിട്ടിരിക്കത്തില്ല. എസ്പെഷ്യലി നമ്മൾ ഈ സ്റ്റേജിൽ കയറി ഇരുന്ന് സംസാരിക്കാൻ പോകുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും ഈ ഒരു കാര്യമായിരിക്കും ഓടുന്നത്. എങ്ങനെയും ശരിയാക്കണം, എങ്ങനെയും കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം, ഈ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ള തോട്ട് അങ്ങ് മൈൻഡിൽ നിന്ന് ആദ്യം മാറ്റണം. ഈ തോട്ട് മാറ്റുമ്പോഴത്തേക്കും ആദ്യത്തെ ഇവിടത്തുള്ള പ്രോഗ്രസ് അങ്ങ് നടക്കും. ഈ തോട്ട് നമ്മുടെ ഇവിടെ നിന്ന് എടുത്ത് അങ്ങ് മാറ്റി കഴിയുമ്പോൾ തന്നെ കുറേയൊക്കെ നമ്മൾ അങ്ങ് റിലാക്സ് ആവും. ടിപ്പ് നമ്പർ 2, അയ്യോ സർ, സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്ന കാര്യം മൈൻഡിൽ നിന്ന് എടുത്ത് മാറ്റി, ഇനിയിപ്പോൾ സ്റ്റേജിൽ തന്നെ നിൽക്കണം എന്നുള്ള മൈൻഡിലാണ് ഉള്ളത്. പക്ഷേ എന്തെങ്കിലും പറയണ്ടേ, എന്ത് പറയും, ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കാര്യം തന്നെയല്ലേ, ഇനിയിപ്പോൾ ഇത് എങ്ങനെ ശരിയാക്കും, ഇത് ശരിയായില്ലെങ്കിൽ എന്താ എന്നുള്ളതല്ല എൻ്റെ മൈൻഡിൽ വരുന്നത്. ഒരു കാര്യം പറയാം, ഇത് നമുക്ക് ഒരിക്കലും ആലോചിക്കാതിരിക്കാൻ പറ്റത്തില്ല. അയ്യോ ഇത് ശരിയാക്കണമല്ലോ, ശരിയാക്കാൻ പറ്റൂലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യം നമ്മുടെ മൈൻഡിൽ ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷേ അത് ആലോചിക്കാതിരിക്കാൻ പറ്റത്തില്ലെങ്കിലും വേറൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ മൈൻഡിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡൈവേർട്ട് ചെയ്ത് തരണം. ആൻഡ് ടിപ്പ് നമ്പർ 2 ഇസ് ഡൈവേർഷൻ. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളപ്പോൾ ആലോചിക്കേണ്ട കാര്യം എവിടെയെങ്കിലും ഒരു ബ്ലാങ്ക് പോയിന്റിൽ ഫോക്കസ് ചെയ്യുക. ഓഡിയൻസ് ഇല്ലാത്തിടം എന്നല്ല ബ്ലാങ്ക് പോയിന്റിൻ്റെ അർത്ഥം. അതായത് നിങ്ങളുടെ ശ്രദ്ധ അങ്ങനെ നോർമലായിട്ട് പിടിച്ച് പറ്റാത്തൊരു കാര്യത്തിനെ ഫോക്കസ് ചെയ്യുക. ഈ ഫോക്കസ് ചെയ്തിട്ട് ആ കാര്യത്തിനെ കുറിച്ച് ആലോചിക്കുക. സപ്പോസ് അവിടെ ഒരു പൂ പൂത്ത് നിൽക്കുമെന്ന് വിചാരിച്ചു, നിങ്ങൾ സംസാരിക്കുന്ന ഇവിടെയാണ്, നിങ്ങൾ സ്റ്റേജിലാണ് നിൽക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ ഓഡിയൻസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ ബാക്കിൽ ഒരു ഗാർഡൻ സൈഡ്സിൽ ഒരു പൂ പൂത്ത് നിൽക്കുക. സപ്പോസ് ബോഗൺവില്ല ഒരു മരത്തിൽ നിറച്ച് പൂത്ത് നിൽക്കുക. നിങ്ങൾ ആ പൂവിനെ കുറിച്ച് ആലോചിക്കുക, അത് കൊള്ളാലോ, അവിടെ ഫോക്കസ് ചെയ്യും. സോ ഇപ്പം നിങ്ങളുടെ തലയിൽ ഓടുന്ന എന്താ, ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്ത് കിട്ടാനാ, ഉള്ള കാര്യം കൂടി മൈൻഡിൽ നിന്ന് പോകല്ലോ എന്ന്. ഈ കാര്യം ഡൈവേർഷനാണ്. ഇത് നിങ്ങളെ റിലാക്സ് ചെയ്യാൻ സമ്മതിക്കും. പൂവിനെ ഫോക്കസ് ചെയ്തോ, എന്തിനെയോ ഫോക്കസ് ചെയ്തോ, നിങ്ങൾ ആ ഒരു മൊമെൻറ്റിൽ ഇത് എങ്ങനെ കഴിഞ്ഞ് തീർക്കും എന്നുള്ള സംഭവത്തിനേക്കാൾ റിലാക്സ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്തെങ്കിലും ഒരു നോൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിനെ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ കുറച്ചുകൂടി അങ്ങ് റിലാക്സ് ആവും. അതായത് മാക്സിമം ടൈംസ് നിങ്ങൾക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടാവാൻ കാരണം നിങ്ങളുടെ ലൈൻസ് മറന്നു പോകുന്നു, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകുമ്പോഴോ അല്ല. എപ്പോഴും നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ഫിയർ ഉണ്ടാവും. അയ്യോ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ഫിയർ മാത്രമായിരിക്കും നിങ്ങളെ എപ്പോഴും സ്റ്റേജിൽ കയറാനുള്ള ഒരു പേടിയായി നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നത്. കുറച്ച് നേരത്തേക്ക് ആ ആൾക്കാരുടെ കാര്യം അങ്ങ് മറന്നുപോയി വേറെ എന്തെങ്കിലും ഒരു നോൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവറിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ആ ഫ്ലവർ നിങ്ങളെ ജഡ്ജ് ചെയ്യുമെന്ന് എന്തായാലും നിങ്ങൾ വിചാരിക്കില്ലല്ലോ. സോ ഒബ്വിയസ്ലി കുറച്ചങ്ങ് റിലാക്സ് ആവുന്ന മൈൻഡ്. ആൻഡ് ഫൈനലി ടിപ്പ് നമ്പർ 3, ബി വൺ ഓഫ് ദ ഓഡിയൻസ്. അതായത് ഓഡിയൻസിൽ ഒരാളായി നിങ്ങൾ മാറണം. നിങ്ങൾ ഒരു 3 പേരുടെ ഫ്രണ്ട് സർക്കിളിനകത്താണെങ്കിലും അത് ഒരു 10,000 പേരുടെ ഒരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിലാണെങ്കിലും എപ്പോഴും ഓഡിയൻസിൽ ഒരാളായിരിക്കുക. നിങ്ങളുടെ ഓഡിയൻസ് ആരാണെന്നറിയുക, ഓഡിയൻസിൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്നറിയുക, അവരുടെ താല്പര്യം എന്താണെന്നറിയുക. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ടോപ്പിക് എന്തുമായിക്കോട്ടെ അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി ആസ് എൻ ഓഡിയൻസ് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. സോ ബി ദ സ്പീക്കർ, ബി ദി ഓഡിയൻസ്. ബൈ ദ വേ മറന്നിട്ടില്ല, ടൈം ഫോർ ദ മാസ്റ്റർ കീ. ഇന്നത്തെ മാസ്റ്റർ കീ ആക്ച്വലി ഒരു സിമ്പിൾ മൈൻഡ് സെറ്റാണ്, ഒരു സിമ്പിൾ ഐഡിയ ആണ്. അതായത് നിങ്ങൾ സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും ഇനി ചുമ്മാ നടന്നു പോയാലും നടന്നില്ലെങ്കിലും
എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ആൾക്കാർ ജഡ്ജ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ നിങ്ങളെ ജഡ്ജ് ചെയ്യും. നിങ്ങൾ ചെയ്താലും ജഡ്ജ് ചെയ്യും, ചെയ്തില്ലെങ്കിലും അവർ നിങ്ങളെ ജഡ്ജ് ചെയ്യും. സോ ചെയ്താലും ചെയ്തില്ലെങ്കിലും ജഡ്ജ് ചെയ്യുമെങ്കിൽ ചെയ്തൂടെ. ഇറ്റ് ഡസ് മേക്ക് എ ഡിഫറൻസ്. അപ്പോൾ സത്യത്തിൽ ഈ ജഡ്ജ്മെൻറ്റ്, ഈ ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു കാര്യം മാത്രമാണ്. ഈ ജഡ്ജ്മെൻറ്റിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റത്തില്ലെങ്കിലും ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് അതിനെ നമുക്ക് ഇല്ലാതാക്കാം ബൈ ഇഗ്നോറിങ് ജഡ്ജ്മെൻറ്റ്. സോ ഈ ജഡ്ജ്മെൻറ്റിനെ ഇഗ്നോർ ചെയ്യും. Subscribe to this channel, like the video, share, and don't forget to comment. Till we meet again, this is Master. Do ba do do do, a boo ba do ba do 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 ba do.